ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനിവിടെ ഒരു ബ്രേക്ക് ഡൗണിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട്. നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഒരു ഫോളാണ്, അപ്പം ഇനിയും ആ ഫോൾ ഒന്ന് കണ്ടിന്യൂ ചെയ്യും എന്ന് വിചാരിക്കുന്നു. സോ ഒരു പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത് 105 ക്വാണ്ടിറ്റി. ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റ്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും, കാരണം വലിയ ഒരു മൊമെൻറ്റം ചെയ്യില്ല. എന്നാൽ നമുക്ക് വേണ്ട ഒരു 50 പോയിൻറ്റ്സോ ഒരു 40 പോയിൻറ്റ്സിൻ്റെ മൊമെൻറ്റം ചെയ്യും എന്നാണ് എനിക്ക് ഈ ഒരു ട്രേഡിൽ തോന്നുന്നത്. സോ നമ്മളുടെ എൻട്രി പോയിൻറ്റിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 200 ആണ് നമ്മളുടെ എൻട്രി പോയിൻ്റായിട്ട് കിട്ടിയത്. ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 935 ക്യാൻഡിൽ, ഈ 935 ക്യാൻഡിലിൻ്റെ ലോയെ കൊണ്ട് വയ്ക്കുക. ജസ്റ്റ് ഒരു 16 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് ഒരു 15 18 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരത്തുള്ളൂ. അത് നമുക്ക് ഫേവറായിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു മൊമെൻറ്റം എനിക്ക് തോന്നുന്നില്ല താഴത്തോട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. സോ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ട്രേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത്യാവശ്യം സെല്ലേഴ്സ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ബൈയിങ്ങിലേക്ക് വരുവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്, ഇതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ കോസ്റ്റിൽ തന്നെ ഇപ്പം മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂസ്ലി ഡൗൺ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 50 പോയിൻറ്റ്സിൽ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യും. ഇപ്പോൾ 54,638 റൺ ചെയ്യുന്നുണ്ട്. 200 ആണ് നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് കിട്ടിയത്. ഒരു 105 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബൈ ചെയ്ത്. ഏതായാലും നമുക്ക് റിസ്ക് എടുക്കേണ്ട. ഇനിയിപ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് ഇന്നത്തെ ഈ ട്രേഡിൽ. സോ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തേക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ട്രേഡ് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് 184ഉം ട്രിഗർ വന്നിട്ട് 185 ആണ്. ഓക്കെ, ഫൈൻ. ഇപ്പോൾ ചെറിയൊരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 249. ഓക്കെ, 249 250 റേഞ്ചിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും, മെയിൽ ത്രൂ ആണോ. നമുക്കിപ്പോൾ കോൺടാക്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ടെലിഗ്രാം ചാനൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് സംസാരിക്കണമെങ്കിലോ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി കിട്ടും. ഇൻസ്റ്റ ഐ ഡിയിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അപ്പം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മെസ്സേജ് കണ്ടുകൊണ്ട് ഞാൻ റിപ്ലൈ ചെയ്താൽ കേട്ടോ. ഓക്കെ, എനിവൈസ് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൾ കിട്ടുന്നുണ്ട്. നമുക്ക് മാർക്കറ്റിൽ നോക്കാം. ഇപ്പോൾ ഒരു 1300 1400 അടുപ്പിച്ച് മാർക്കറ്റിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു ഫോള് കാണിക്കുന്നുണ്ട്. നമ്മളുടെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3642 ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയത്. 642 റേഞ്ചിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ആ ഒരു റിജക്ഷൻ ക്യാൻഡിൽ, ഈ ഒരു റിജക്ഷൻ ക്യാൻഡിലിൻ്റെ അപ്സൈഡിലാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇനിയിപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂസ്ലി ഒരു ഫോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇനി അല്ല, ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോൾ കിട്ടിയിട്ടുണ്ട്. 2000 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ട്രേഡ്. വെരി ഗുഡ്. 2600 ഒരു 249 250 റേഞ്ചിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ ബുക്ക് ചെയ്യാം. മാർക്കറ്റ് 3000 പ്ലസിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് മേളിൽ കൊണ്ട് വയ്ക്കാം. എനിക്ക് അത്രയും വലിയൊരു ഫോളിങ് മാർക്കറ്റായിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാർക്കറ്റ്. ഇപ്പോൾ എനിക്ക് ആ പാറ്റേൺ ഉണ്ടാകുന്നതും ക്യാൻഡിലിൻ്റെ ഫോർമേഷനൊക്കെ വെച്ചിട്ട് എനിക്ക് അത്രയും വലിയൊരു ഫോളുള്ള മാർക്കറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇന്ന് നമ്മുടെ ഡേ ലോയെ ബ്രേക്ക് ചെയ്താൽ, നമ്മളുടെ ഡേ ലോയെ ബ്രേക്ക് ചെയ്യുന്നിടത്തോളം നമ്മൾ നമ്മളുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ 3000 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ട്രേഡേഴ്സ്. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ഞാൻ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴത്തായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരിക. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്ന് താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാനൊന്ന് ചെറുതാക്കിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി ഒരു ഡൗൺഫോൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഏതായാലും നോക്കാം മാർക്കറ്റ് ഇനി ഇവിടെ നിന്ന് തിരിയുവാണെന്നുണ്ടെങ്കിലും ഒരു റിജക്ഷനാണ് വരുന്നതെന്നുണ്ടെങ്കിലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വലിയ സ്റ്റോപ്പ് ലോസ് ഇല്ല. ഇപ്പോൾ ഒരു 2800 3000 വെരി ഗുഡ് 3000 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം 250 ഓക്കെ 250 പ്ലേസ് ചെയ്തിട്ടുണ്ട്. 249 ഓക്കെ വെരി ഗുഡ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് ഞാൻ വീണ്ടും ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ട്രേഡേഴ്സ് നമ്മുടെ കോസ്റ്റിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് 3000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ചിലപ്പം 250 വരെ എത്താൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. വേണമെങ്കിൽ നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് 249 വേണമെങ്കിൽ വെച്ചേക്കാം. ഏതായാലും നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ഒരു 3000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ട്രേഡേഴ്സ്, നമ്മളുടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളുടെ വീഡിയോ കാണുന്നതിൽ 40% ഓഫ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പം ഒരു ഭയങ്കര കൈൻഡ് റിക്വസ്റ്റാണ്, പ്ലീസ് കാണുന്നവർ പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ചാനൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കാരണം നമ്മളുടെ ഒരു 40% ഓഫ് ആൾക്കാർ നമ്മളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഞാനൊന്ന് ട്രെയിൽ ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് 10 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിയുവാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെങ്കിൽ നമ്മളുടെ ഒരു 1000 റുപ്പീസ് ഈ ഒരു ട്രേഡിൽ നമ്മളുടെ പ്രോഫിറ്റ് ഏതായാലും ഒരു 1000 റുപ്പീസ് എടുത്തിട്ട് ഇറങ്ങാം. കാരണം കണ്ടിന്യൂസ്ലി അപ്സൈഡ് പോയി നല്ലൊരു മൊമെൻറ്റം കിട്ടിയതായിരുന്നു. സോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു റിജക്ഷൻ കാണിച്ച് മാർക്കറ്റ് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട എന്നുള്ളതാണ് പ്ലാൻ. ഇനിയിപ്പം ഒരു വീക്കെൻഡും കൂടിയാണ്, ഏറ്റവും പ്രധാനമായ കാര്യം വീക്കെൻഡാണ്. സോ ഇന്നിനിപ്പം ഫ്രൈഡേ ആണ്. സോ ഇനിയിപ്പം അങ്ങോട്ട് ഇന്നിപ്പോൾ റെഡിൽ ക്ലോസ് ചെയ്യേണ്ട, ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്യാം. ആക്ച്വലി ഏത് വീക്കെൻഡാണെങ്കിലും ഞാൻ എപ്പോഴും ഗ്രീനിൽ ക്ലോസ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. കാരണം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മളുടെ സൈക്കോളജിയും കൂടെ കുറച്ച് ഓക്കെ ആയിട്ട് പൊക്കോളും. ഓക്കെ, എനിവേയ്സ് ഇപ്പോൾ ഒരു 3300 3500 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ടാർഗറ്റ് ബുക്കിംഗ് ഏരിയ 250 249 റേഞ്ച് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ടാർഗറ്റിനെ ബുക്ക് ചെയ്യും. ഇതൊന്ന് 249 വയ്ക്കുക. ഇത് എഡിറ്റ് ചെയ്ത് 4000 ഓക്കെ 4000 ക്രോസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. 4300 4000 അത്യാവശ്യം നല്ല മൊമെൻറ്റം നമുക്ക് ഫേവറായിട്ട് കിട്ടിയിട്ടുണ്ട്. 237.55 238 എനിവേയ്സ് 4000. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് ടെൻഷനില്ല. കാരണം ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ ആവുകയാണെങ്കിൽ കൂടി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടെക്റ്റ് ആണ്. നമ്മളുടെ ഒരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് നമ്മളുടെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിറങ്ങും. ഇനി അല്ല കുറച്ചും കൂടെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് നോക്കാം. ഓക്കെ 4200 4400 ഗുഡ്. അത്യാവശ്യം നല്ല മൊമെൻറ്റം ചെയ്യുന്നുണ്ട്. ക്യാൻഡലിൻ്റെ ക്ലോസും കിട്ടി. നമ്മളുടെ തൊട്ടടുത്ത് എത്തിയിട്ടാണ്, അത്രയും അടുത്തെത്തിയിട്ടാണ് മാർക്കറ്റ് അവിടുന്ന് പിന്നെ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്. ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഇതാണ് പ്രശ്നം. ഇനിയിപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള മാർക്കറ്റ് ഓക്കെ ഫൈൻ ഓക്കെ മാർക്കറ്റ് അത് കേട്ടെന്ന് തോന്നുന്നു. 4800 ജസ്റ്റ് 49 ആണ് നമ്മളുടെ ടാർഗറ്റ്. റൈറ്റ് 47 ഹൈ എടുത്തിട്ട് ഒരു 3 പോയിൻറ്റ്സിൻ്റെ അവിടുന്ന് മാർക്കറ്റ് തിരിയുന്നു. 42 ഓക്കെ. എനിവേയ്സ് മാർക്കറ്റിൽ അത് അവിടുന്ന് തന്നെ ഒരു റിജക്ഷൻ ആയിട്ട് വരും. ഇങ്ങനത്തെ ഓക്കെ ഒരു പോയിൻറ്റും കൂടെ ഒന്ന് നോക്കി. ഹൈ ഫോം ചെയ്ത 48 നമ്മുടെ 47.9 നമ്മളുടെ ടാർഗറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന 49 ഒരു പോയിൻറ്റ്. അയ്യോ, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വലിയൊരു ലോസ് ബെയർ ചെയ്യാൻ പാടില്ലല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിജക്ഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴത്തേക്ക് വരികയാണെങ്കിൽ ഒരു 2000 വല്ലതും ബുക്ക് ചെയ്തിറങ്ങണ്ട. റിജക്ഷൻ ക്യാൻഡിലായി മാറിയത് അത്രയും ഒരു വെറും 2 പോയിൻറ്റ്സിൻ്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് ഇത്രയും തിരിയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളുടെ സൈക്കോളജി ഇതിൻ്റെ അകത്ത് നാശമായി പോകും. കണ്ടോ, അത്രയും ഒന്ന്
വെരി ക്ലോസ്ലി ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ ട്രേഡേഴ്സ്. അത്രയും 47.9 എന്ന് പറഞ്ഞാൽ 49-49 നമ്മൾ നമ്മളുടെ ടാർഗറ്റ്. ഒരു ചെറിയൊരു സ്പൈക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തിറങ്ങിയേന്. എനിവൈസ് ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, ഇത് ഭാഗ്യക്കേടിൻ്റെ ആഴ്ചയായിരുന്നെന്ന് തോന്നുന്നു. എനിവൈസ് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ വരും. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വരെ പോയില്ല. ഒരു 2000 അടുപ്പിച്ചൊക്കെ ലോസ് കാണിക്കാൻ തുടങ്ങി ഞാൻ ഒരു 2000 വല്ലതും ബുക്ക് ചെയ്യും. ഇത്രയും ഒരു പോയിന്റിൽ നിന്നൊക്കെ മാർക്കറ്റ് നമ്മളുടെ അവിടെ നിന്ന് റിവേഴ്സൽ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ ലോസ് ബെയർ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓക്കെ, കണ്ടിട്ട് 47. ഓക്കെ, എനിവേസ് എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാർക്കറ്റാണ്. 4300 3300 3100 കേട്ടോ. അവിടുന്ന് ആ റിജക്ഷൻ ഫേസ് ചെയ്ത് മാർക്കറ്റ് ഒരു വലിയൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടാക്കി മാർക്കറ്റ് താഴത്തോട്ട് വരാൻ നോക്കുന്നു. എനിവേസ് ട്രേഡേഴ്സ്, ഈ പറഞ്ഞ പോലെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നുകൊണ്ട് കൂടിക്കോട്ടെ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിച്ചാൽ വലിയ സന്തോഷം. പ്ലീസ്, ഒരു കൈൻഡ് റിക്വസ്റ്റാണ്, അത് ഒന്ന് കേൾക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിലേക്ക് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. എനിവൈസ്, താഴത്തുനിന്ന് റിജക്ഷൻ വരുന്നുണ്ട്, മേളിൽ നിന്ന് റിജക്ഷൻ വന്നു, താഴെ നിന്ന് റിജക്ഷൻ വരുന്നുണ്ട്. ഏത് റിജക്ഷനാണ് സസ്റ്റെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതിപ്പോൾ ഒരു വീക്ക് ഡേയ്സ് ആയിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് ഹോൾഡ് ചെയ്ത് വച്ചേനെ. ഇത് 2000 നല്ല പ്രോഫിറ്റ് കുറയുന്നുണ്ട്. 2600 2900 2200. നമുക്കൊരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്, ഇവിടെ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിൽ നല്ല റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് ഓർഡറിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് ഏകദേശം ഒരു 2000 ഫൈൻ, ഒരു 2000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇറങ്ങാനുള്ള കാരണം ഇതാണ്, നമ്മൾ ഒന്നില്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. ഇത്രയും അടുത്ത് 1 പോയിൻറ്റ് 2 പോയിൻറ്റിൻ്റെ അടുപ്പിച്ച് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സലായി ഇത്രയും വലിയ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി ചിലപ്പോൾ മാർക്കറ്റ് തിരിച്ച് വീണ്ടും നമ്മളുടെ ഏരിയയിലേക്ക് പോയി പ്രോഫിറ്റ് വരുമായിരിക്കും, അറിയില്ല. ഏതായാലും നമ്മളുടെ ട്രേഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. താങ്ക് യു, ബൈ.